ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 13ാമത്തെ ദശകം നോക്കാം. ഒന്നാമത്തെ ശ്ലോകം. ഹിരണ്യാക്ഷം താവത്വരത ഭവദന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനിഃ ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവ ബലം. പദം മുറിച്ച് പറയാം. ഹിരണ്യാക്ഷം താവത് വരദ ഭവത് അന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജ ജംഘാ പരിമിതേ ഭവത് ഭക്തഃ ഗത്വാ കപടപടുധീഃ നാരദമുനിഃ ശനൈഃ ഊജേ നന്ദൻ ധനുജം അഭി നിന്ദൻ തവ ബലം. താവത് അപ്പോൾ ഭവത് ഭക്തഃ അങ്ങയുടെ ഭക്തനും കാപട്യപടുവായ കാപട്യത്തിന് ഏറെ മിടുക്കുള്ള ധീഹി ബുദ്ധിയോടുകൂടിയ നാരദമുനി നാരദ മഹർഷി വരദ ഗുരുവായൂരപ്പ ഭവത് അന്വേഷണപരം അങ്ങയെ അന്വേഷിക്കുന്നതിൽ വ്യാപൃതനായ നിജ ജംഘ പരിമിതേ സ്വന്തം കണങ്കാലോളം മാത്രം എത്തുന്ന സാമ്പർത്തെ പയസി പ്രളയജലത്തിൽ ചരന്തം ഓടി നടക്കുന്ന ഹിരണ്യാക്ഷനെ ഗത്വ പ്രാപിച്ചിട്ട് ധനുജം അസുരനെ നന്ദൻ അഭിനന്ദിച്ചുകൊണ്ടും തവ ബലം അങ്ങയുടെ ശക്തിയെ നിന്ദൻ അഭി നിന്ദിച്ചുകൊണ്ടും ശനൈഹി പതുക്കെ ഊജെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഭൂമിയെ തൻ്റെ തേറ്റമേലെടുത്ത് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരുന്ന സമയത്ത് മേൽപ്പത്തൂർ പറയാണ് ഭഗവാനെ അവിടുത്തെ അങ്ങയെ കണ്ടുപിടിക്കാനുള്ള വല്ലാത്ത വ്യഗ്രതയോടുകൂടിയ ഹിരണ്യാക്ഷൻ കണങ്കാലോളം മാത്രം ജലമുള്ള ആ രസാതലത്തിൽ എന്ന് പറയുമ്പോൾ ഹിരണ്യാക്ഷന് അത്രയും വലിപ്പമാണ്. അപ്പോൾ ആ രസാതലത്തിലെ ജലം ഹിരണ്യാക്ഷൻ്റെ ആ ഒരു കണങ്കാലോളം മാത്രമേ വരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ആ രസാതലത്തിൽ ഭഗവാനെ തിരഞ്ഞ് വേഗത്തിൽ നടക്കുന്ന അസുരനെ അഭിനന്ദിച്ചുകൊണ്ട് കാപട്യമുള്ളവരെ കെണിയിൽ വീഴ്ത്താൻ അതിസമർത്ഥനായ നാരദ മഹർഷി ഹിരണ്യാക്ഷനെ നല്ലതുപോലെ ഒന്ന് പുകഴ്ത്തുന്നതോടൊപ്പം തന്നെ അസുരൻ്റെ ഉള്ളിലുള്ള ആ അഹങ്കാരം അധികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ പതുക്കെ ഒന്ന് നിന്ദിക്കുകയും ചെയ്തു എന്ന് പറയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ നദൻ ക്വാസാവിതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരം ഉദ്യന്തമുദകാത്. പദം മുറിച്ച് പറയാം. സ മായാവി വിഷ്ണു ഹരതി ഭവതീയാം വസുമതീം പ്രഭോ കഷ്ടം കിമിദമിതി തേന അഭിഗതിതഃ നദൻ ക്വ അസൗ ഇതി ക്വാസാവിതി സ മുനിനാ ദർശിതപഥഃ ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്. സ മായാവി വിഷ്ണു ആ മായാവിയായ വിഷ്ണു ഭവതീയാം അങ്ങയുടേതായ വസുമതിയും ഭൂമിയെ ഹരിക്കുന്നു അപഹരിച്ചു കൊണ്ടുപോകുന്നു. പ്രഭോ കഷ്ടം ഇത് കഷ്ടം തന്നെ. ഇതം കിം ഇതെന്താണ്? ഇതി എന്ന് തേന അദ്ദേഹത്താൽ നാരദ മഹർഷിയാൽ അഭിഗതിത പറയപ്പെട്ടു.
സഹ അവൻ ഹിരണ്യാക്ഷൻ ക്വ അസൗ ക്വ അസൗ എവിടെ അവൻ എവിടെ അവൻ ഇതി നദൻ എന്ന് ഗർജിച്ചുകൊണ്ട് മുനിന നാരദനാൽ ദർശിതപഥ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ധരണിധരം ഭൂമിയെയും ധരിച്ചുകൊണ്ട് ജലത്തിൽ നിന്നും ഉദ്യന്തം കയറി വരുന്ന ഭവന്തം അങ്ങയെ സംപ്രാപത് പ്രാപിച്ചു കണ്ടുപിടിച്ചു. അപ്പോൾ മായാവിയായ ആ വിഷ്ണു അങ്ങയുടെ ഭൂമിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതെന്താണ്? നാരദ മഹർഷി ഹിരണ്യാക്ഷനോട് ചോദിക്കുകയാണ്, മായാവിയായിട്ടുള്ള ആ വിഷ്ണു അങ്ങയുടെ ഭൂമിയെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇതെന്താണ്? എന്തൊരു കഷ്ടമാണിത് എന്നിങ്ങനെ അസുരനെ സ്തുതിച്ചുകൊണ്ടും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും നാരദ മഹർഷി വളരെ പതുക്കെ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ അസുരൻ എവിടെ അവൻ എവിടെ എവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് നാരദമുനി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച ഹിരണ്യാക്ഷൻ രസാതലത്തിൽ താണുകിടന്ന ഭൂമിയെ ദംഷ്ട്രയിൽ വെച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന യജ്ഞവരാഹരൂപിയായ വരാഹമൂർത്തിയെ കണ്ടെത്തി. ഇനി 3-ാമത്തെ ശ്ലോകം. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിദിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുങ്ക്താമൃതവിധൗ. പദമുറിച്ച് പറയാം. അഹോ ആരണ്യഃ അയം മൃഗ ഇതി ഹസന്തം ബഹുതരൈഃ ദുരുക്തൈഃ വിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ ആധായ പ്രസഭം ഉദയുങ്ക്ത മൃതവിധൗ. അഹോ അയം ആരണ്യഃ മൃഗഃ കഷ്ടം, ഇതൊരു കാട്ടുമൃഗമാണല്ലോ. ഇതി എന്നിങ്ങനെ ഹസന്തം പരിഹസിക്കുന്നവനും ബഹുതരൈഹി ദുരുക്തൈഹി പലതരത്തിലുള്ള ദുർവചനങ്ങളാൽ വിദ്യന്തം വേദനിപ്പിക്കുന്നവനുമായ ദിദിസുതം ദിദിയുടെ പുത്രനായ ഹിരണ്യാക്ഷനെ അവജ്ഞായ അവഗണിച്ചിട്ട് ഭഗവാനെ അവിടുന്ന് മഹീം ഭൂമിയെ ദംഷ്ട്രാശിരസി ദംഷ്ട്രയുടെ തലപ്പത്ത് ചകിതാം ദൃഷ്ട പേടിച്ച് വിറയ്ക്കുന്നതായി കണ്ടിട്ട് സ്വേന മഹസ സ്വന്തം പ്രഭാവത്താൽ പയോധൗ സമുദ്രത്തിന് മീതെ ആദായ ഉറപ്പിച്ചു നിർത്തിയിട്ട് പ്രസഭം ഉടനെ തന്നെ ഉദയുങ്ക്ത ഒരുങ്ങി പുറപ്പെട്ടു, യുദ്ധം ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. അപ്പോൾ കഷ്ടം, ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്നിങ്ങനെയുള്ള ഹിരണ്യാക്ഷൻ്റെ ദുർവാക്കുകൾ ഭഗവാന്റെ മർമ്മത്തെ പിളർക്കുന്നതാണെങ്കിലും ദംഷ്ട്രാഗ്രഹത്തിലിരിക്കുന്ന ഭൂമിദേവി ഭയന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ആ ദുർവചനങ്ങളെയെല്ലാം സഹിച്ചുകൊണ്ട് ജലത്തിൻ്റെ മുകളിൽ വ്യവഹാരയോഗ്യമായ ഒരു സ്ഥാനത്ത് ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ തന്നെ ഒരുങ്ങി പുറപ്പെട്ടു. അപ്പോൾ പിടിച്ചു പറിക്കാൻ വരുന്നവരോട് നിസ്സഹരണം മാത്രം മതിയാവില്ല, ചിലപ്പോൾ എതിർക്കുക തന്നെ വേണ്ടിവരും എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വന്ന ഭഗവാനോട് ഹിരണ്യാക്ഷൻ പറയാണ്, ഈ ഭൂമിയെയും കൊണ്ട് എളുപ്പത്തിൽ അങ്ങനെ പോകാമെന്നൊന്നും കരുതണ്ട, അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും. ഈ ഭൂമിയെ രസാതലവാസികളായ ഞങ്ങൾക്ക് ബ്രഹ്മാവ് നൽകിയതാണ് എന്നിങ്ങനെ വരാഹമൂർത്തിയായ ആ ഭഗവാനോട് ഹിരണ്യാക്ഷൻ പറയുന്നത് കേട്ടപ്പോൾ തേറ്റമേൽ ഭയന്നിരിക്കുന്ന ഭൂമിദേവിയെ സമുദ്രോപരിതലത്തിൽ സുരക്ഷിതമായി വെച്ചിട്ട് ഭഗവാൻ യുദ്ധത്തിന് ഒരുങ്ങാണ്. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖഡഖഡരവോദ്ഘുഷ്ടവിയതാ രണാലോകൗത്സുക്യാന്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗതിഷേ. പദമുറിച്ച് പറയാം. ഗദാപാണൗ ദൈത്യേ ത്വം അഭി ഹി ഗൃഹീത ഉന്നത ഗതഃ നിയുദ്ധേന ക്രീഡൻ ഖഡഖഡ
രവഃ ഉദ്ഘുഷ്ടവിയത. ഖടഖടരവോദ്ഘുഷ്ടവിയത. ഖടഖടരവ ഉദ്ഘുഷ്ടവിയത. രണ ആലോക ഔത്സുക്യാത് മിളതി സുരസംഘേ ദ്രുതം അമും നിരുന്ധ്യാഃ സന്ധ്യാത പ്രഥമം ഇതി ധാത്ര ജഗതിഷേ. ദൈത്യേ ഗദാപാണൗ. അസുരൻ ഗദയുമായി യുദ്ധത്തിന് വന്നപ്പോൾ ത്വം അഭി അവിടുന്നും ഗൃഹീത ഉന്നതഗതഃ വലിയ കൗമോദകി എന്ന ഗദ എടുത്തുകൊണ്ട് ഖടഖട രവ ഉദ്ഘുഷ്ടവിയത. ഖടഖട ശബ്ദം കൊണ്ട് ആകാശത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ക്രീഡൻ ലീലയായിട്ട് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് രണ ആലോക ഔത്സുക്യാത് യുദ്ധം കാണാനുള്ള കൗതുകം കൊണ്ട് സുരസംഘം ദേവന്മാരുടെ കൂട്ടം മിളതി വന്നു ചേർന്നു. സന്ധ്യാതഃ പ്രഥമം സന്ധ്യയ്ക്ക് മുമ്പ് ദ്രുതം പെട്ടെന്ന് തന്നെ നിരുന്ധ്യാഃ വധിക്കേണ്ടതാണ് ഇതി ധാത്ര ജഗതിഷേ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. വനവാസിയായ മൃഗമാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് അസുരൻ യുദ്ധത്തിന് വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, നിന്നെപ്പോലെയുള്ള നായ്ക്കളെ വേട്ടയാടാൻ തിരഞ്ഞു നടക്കുന്നവൻ തന്നെയാണ് ഞാൻ. സത്യം വനംഭോ വനഗോചരാമൃഗ യുഷ്ടദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ. ഭാഗവതം. അസുരന്മാരുടെ അധിപനായിരിക്കുന്ന നീ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ വിധത്തിലൊക്കെ പരിശ്രമിക്കുക, കഴിയുന്ന വിധത്തിലൊക്കെ പരിശ്രമിക്കുക എന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൗമോദകി എന്ന ഗദയുമായി വന്നിട്ട് ദ്വന്ദ്വയുദ്ധം തുടങ്ങി. ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഖടഖട ശബ്ദം ആകാശത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ആ യുദ്ധം കാണാനുള്ള കൗതുകം കൊണ്ട് ദേവന്മാരെല്ലാം കൂട്ടം കൂട്ടമായിട്ട് അവിടെ വന്നു ചേർന്നു. സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ ഇവനെ വധിക്കണം എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് ഉണർത്തിച്ചു. സന്ധ്യാസമയത്ത് അസുരന്മാർക്ക് ശക്തി വർദ്ധിക്കും എന്നാണ്. ഇത് ഭഗവാനെ അറിയാത്തതൊന്നുമല്ല എന്ന് ബ്രഹ്മാവിന് നല്ല നിശ്ചയമുണ്ട്. എന്നാലും ലോക നിയമം അനുസരിച്ച് ബ്രഹ്മാവ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അടുത്തത് 5-ാമത്തെ ശ്ലോകം. ഗതോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ്ഭൂമൗ ഝടിതി പതിതായാമഹഃ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുജിഷേ. പദമുറിച്ച് പറയാം. ഗത ഉന്മർദ്ദേ. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദ ആഘാതാത്. ഗദാഘാതാത് ഭൂമൗ ഝടിതി പതിതായാം അഹഃ. പതിതായാമഹഃ ഭോ മൃദുസ്മേര ആസ്യഃ ത്വം. മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുജിഷേ. തസ്മിൻ ഗദ ഉന്മർദ്ദേ. ആ ഗദായുദ്ധത്തിൽ തവ ഗദായാം ഖലു അങ്ങയുടെ ഗദയാവട്ടെ, ഭഗവാനെ അങ്ങയുടെ ഗദയാവട്ടെ, ദിദിഭുവഃ ദിദിഭുവൻ ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ്റെ ഗദ ആഘാതാത് ഗദ കൊണ്ടുള്ള അടിയേറ്റിട്ട് ജഡിതി പെട്ടെന്ന് ഭൂമിയിൽ നിലത്ത് പതിതായാം വീണുപോയപ്പോൾ അഹഹ ഭോ ആശ്ചര്യം തന്നെ. ഭഗവാനെ മെൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ ആശ്ചര്യം തന്നെ. ത്വം അവിടുന്ന് മൃദുസ്മേരാസ്യ പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയിട്ട്, ആസ്യഹ മുഖം. ത്വം അവിടുന്ന് ധനുജകുല നിർമൂലന ചണം അസുരകുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള മഹാചക്രം മഹാചക്രത്തെ സുദർശന ചക്രത്തെ സ്മൃത്വ ധ്യാനിച്ചിട്ട് കരഭുവി തൃക്കൈയിൽ ദധാനഹ ധരിച്ചുകൊണ്ട് രുരുജിഷേ വിളങ്ങി. ദ്വന്ദ്വയുദ്ധത്തിലെ ഭഗവാന്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റിട്ട് ഹിരണ്യാക്ഷൻ പെട്ടെന്ന് നിലത്ത് വീണുപോയി. അത് കണ്ടിട്ട് മൃദുവായ മന്ദഹാസത്തോടുകൂടി
എന്ന് പറയുമ്പോൾ ഹിരണ്യാക്ഷൻ വീണത് കണ്ടിട്ട് ഭഗവാന് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ സംഭ്രമമോ ഭീതിയോ ആശ്ചര്യമോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ്. മൃദുവായ സ്വതവേയുള്ള മൃദുവായ പുഞ്ചിരിയോടുകൂടി തന്നെ അസുരവർഗത്തെ ഉന്മൂലനം ചെയ്യാൻ സമർത്ഥമായ സുദർശന ചക്രത്തെ ധ്യാനിച്ചു. സ്മരണമാത്രയിൽ തന്നെ കയ്യിലെത്തിയ മഹത്തായ ചക്രം തൃക്കൈയിൽ ധരിച്ചുകൊണ്ട് ഭഗവാൻ വിളങ്ങി. അടുത്തത് 6ാമത്തെ ശ്ലോകം. തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനദ് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. പദമുറിച്ച് പറയാം. തതഃ ശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദതി ഏനത് കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടഃ മുഷ്ട്യാ സ ഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാഃ ത്വയി കില ജഗന്മോഹനകരീഃ. കാലപ്രതിമ ഋഷി ദൈത്യേ. കാലപ്രതിമ ഋഷി ദൈത്യേ, കാലന് തുല്യമായ ഋഷി, ദേഷ്യത്തോടുകൂടി ദൈത്യേ അസുരൻ. തതഃ അപ്പോൾ ശൂലം വിസൃജതി, ശൂലമെടുത്തിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഏനത് ഇതിനെ, ശൂലത്തെ കരകലിത ചക്രപ്രഹരണാത് നേരത്തെ കയ്യിലെടുത്ത ചക്രമെറിഞ്ഞ് ആ ശൂലത്തെ ത്വയി ചിന്തതി അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്തപ്പോൾ സ ഖലു അവനാകട്ടെ സമാരുഷ്ട ഏറെ ക്രോധത്തോടു കൂടിയിട്ട് ത്വാം അങ്ങയെ മുഷ്ടി കൊണ്ട് വിദുതൻ ഇടിച്ചിട്ട് ഗളന്മായേ ത്വയി മായാബന്ധം ലേശം പോലും ഇല്ലാത്ത അങ്ങയില് ജഗന്മോഹനകരി ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന മയക്കുന്ന മായാപ്രയോഗത്തെ സമതനോത് കില കാണിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ശൂലം ഭഗവാൻ മുറിച്ചു കളഞ്ഞപ്പോൾ അധികരിച്ച ക്രോധം കൊണ്ട് ഭഗവാന് നേരെ ഓടിയെത്തിയ ആ അസുരൻ തൻ്റെ കഠോരമായ മുഷ്ടി കൊണ്ട് ഭഗവാനെ പ്രഹരിച്ച ശേഷം അവിടെ നിന്ന് മറഞ്ഞു. അങ്ങനെ മായയുടെ സമ്പർക്കം ലേശം പോലും ഏൽക്കാത്ത ഭഗവാനില് ആ മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ ആ അസുരൻ മായാപ്രയോഗങ്ങൾ കാണിക്കാൻ തുടങ്ങി. അടുത്തത് 7ാമത്തെ ശ്ലോകം. ഭവചക്രജ്യോതിഷ്കണലവ നിബാധേന വിധുതേ തതോ മായാചക്രേ വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധീഃ. പദമുറിച്ച് പറയാം. ഭവത് ചക്ര ജ്യോതിഷ്കണലവ നിബാധേന വിധുതേ തതഃ മായാചക്രേ വിദധഘന രോഷ അന്ധ മനസം ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ അഭിഘ്നന്ദം അസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധീഃ. തതഃ അപ്പോൾ മായാചക്രേ അസുരൻ്റെ മായാചക്രത്തിൽ ഭവത് ചക്ര അങ്ങയുടെ ചക്രത്തിൻ്റെ ജ്യോതിഷ്കണ ലവ നിബാധേന തീപ്പൊരികൾ തട്ടി വിധുതേ പറന്നുപോയപ്പോൾ ഭഗവാന്റെ സുദർശന ചക്രത്തിലെ തീപ്പൊരികളുടെ ചെറിയ ഒരംശം മാത്രം, കണലവ ചെറിയ ഒരംശം അസുരൻ്റെ മായാചക്രത്തിൽ തട്ടി പറന്നുപോയപ്പോൾ, അസുരൻ്റെ മായാചക്രം പറന്നുപോയപ്പോൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോയപ്പോൾ വിദധ ഘന രോഷ അന്ധ മനസം അത്യന്തം രോഷത്തോടു കൂടിയിട്ട് ക്രോധാന്ധനായിട്ട് വിവേകം നശിച്ചവനായിട്ട് ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ ബലിഷ്ഠങ്ങളായ മുഷ്ടികളെ കൊണ്ട് അഭിഘ്നന്ദം പ്രഹരിക്കുന്ന അസുരനെ ഭഗവാൻ സ്വപാദാങ്കുഷ്ഠേന തൻ്റെ പാദത്തിൻ്റെ തള്ളവിരൽ കൊണ്ട് പദമൂലെ കരണക്കുറ്റിക്ക് നിരവധീഹി നല്ലൊരു അടി കൊടുത്തു.
അപ്പോൾ അസുരൻ അങ്ങനെ മായാപ്രയോഗങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ സുദർശന ചക്രത്തിലെ തീപ്പൊരികളുടെ ചെറിയ ഒരംശം അസുരൻ്റെ മായാചക്രത്തിൽ തട്ടിയിട്ട് ആ മായാചക്രം പറന്നുപോയപ്പോൾ എന്ന് പറയുമ്പോൾ അസുരൻ്റെ മായാപ്രയോഗങ്ങളെല്ലാം തന്നെ വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിലെ തീപ്പൊരികൾ തട്ടി ഇല്ലാതായപ്പോൾ താൻ പ്രയോഗിച്ച മായകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായത് കണ്ടിട്ട് അധികരിച്ച ക്രോധത്തോടു കൂടിയിട്ട് ബലിഷ്ഠങ്ങളായ മുഷ്ടികളെ കൊണ്ട് ഭഗവാനെ ഹിരണ്യാക്ഷൻ പ്രഹരിച്ചു. വജ്രം പോലെ ബലമേറിയ മുഷ്ടികൾ കൊണ്ട് ഇടിക്കുന്ന അസുരനെ ഭഗവാൻ പാദത്തിൻ്റെ തള്ളവിരൽ കൊണ്ട് അസുരൻ്റെ കർണമൂലത്തിലെ നല്ലൊരു അടി കൊടുത്തു എന്നാണ്. കരേണ കർണമൂലെ അഹൻ, കൈകൾ കൊണ്ട് കർണമൂലത്തിലെ കരണക്കുറ്റിക്ക് അടിച്ചു എന്ന് ഭാഗവതം. വരാഹത്തിൻ്റെ മുൻകാലുകളാണല്ലോ കൈകൾ, അപ്പോൾ അതുകൊണ്ട് കരം കൊണ്ട് അടിച്ചു എന്ന് ഭാഗവതം, കാൽ കൊണ്ട് അടിച്ചു എന്ന് മേൽപ്പത്തൂര്. രണ്ടും ഒന്ന് തന്നെ. അടുത്തത് 8ാമത്തെ ശ്ലോകം. മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദബദൃഷിഭി ശ്ലാഘിതഹതിഃ തദാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. പദമുറിച്ച് പറയാം. മഹാകായഃ സഹ അയം തവ ചരണപാദപ്രമഥിതഃ ഗളദ് രക്തഃ വക്ത്രാത് അബദത് ഋഷിഭിഃ ശ്ലാഘിതഹതിഃ തദാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയാ മുനീന്ദ്രാഃ സാന്ദ്രാഭിഃ സ്തുതിഭിഃ അനുവൻ അധ്വരതനും. മഹാകായഃ സഹ അയം, വലിയ ശരീരമുള്ള ആ ഇവൻ ഹിരണ്യാക്ഷൻ, തവ അങ്ങയുടെ ചരണപാദപ്രമഥിതഃ കാൽപാദം കൊണ്ടുള്ള ചവിട്ടേറ്റിട്ട്, വക്ത്രാത് മുഖത്ത് നിന്ന് വായിൽ നിന്ന്, ഗളത് രക്തഃ രക്തം പുറത്തേക്ക് വന്ന്, അപതത് താഴെ വീണു, വായിൽ നിന്ന് രക്തം വമിച്ചുകൊണ്ട് താഴെ മരിച്ചു വീണു. ഋഷിഭിഹി ഋഷികള്, ശ്ലാഘിതഹതിഹി ആ ശ്രേഷ്ഠമായ മരണത്തെ, ഭഗവാന്റെ കൈകൊണ്ടുണ്ടായ ആ മരണത്തെ ശ്ലാഘിച്ചു, പ്രശംസിച്ചു. തഥാ അപ്പോൾ, ത്വാം അങ്ങയെ, ഉദ്ദാമ വർദ്ധിച്ചു വന്ന, പ്രമദഭര വിദ്യോതിഹൃദയ വികസിച്ച ഹൃദയം, വിദ്യോതിഹൃദയ വികസിച്ച ഹൃദയം, പ്രമദഭര സന്തോഷം, ഉദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയാഹ അതിരുകവിഞ്ഞ ആഹ്ലാദം കൊണ്ട് മനം നിറഞ്ഞ മുനീന്ദ്രാഹ മഹർഷി ശ്രേഷ്ഠന്മാരെ, ശാന്ദ്രാഭിഹി ഭഗവാന്റെ മാഹാത്മ്യത്തെ വ്യക്തമാക്കുന്ന സ്തുതിഭിഹി പ്രശംസാവചനങ്ങളെ കൊണ്ട്, അധ്വരതനും യജ്ഞസ്വരൂപനായി കൽപ്പിച്ച്, ഭഗവാനെ യജ്ഞസ്വരൂപനായിട്ട് കൽപ്പിച്ചിട്ട് അനുവൻ സ്തുതിച്ചു. അപ്പോൾ വലിയ ശരീരമുള്ള ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയായ ഭഗവാന്റെ കാൽപാദം കൊണ്ടുള്ള ചവിട്ടേറ്റ് വായിൽ നിന്ന് രക്തമൊഴുക്കിക്കൊണ്ട് മരിച്ച് താഴെ വീണു. ആ സമയത്ത് ഋഷികൾ ഭഗവാന്റെ കൈകൾ കൊണ്ടുണ്ടായ ശ്രേഷ്ഠമായ ആ മരണത്തെ കണ്ടിട്ട് ആഹ്ലാദം കൊണ്ട് മനസ്സ് നിറഞ്ഞവരായിട്ട് ഭഗവാന്റെ മാഹാത്മ്യത്തെ വ്യക്തമാക്കുന്ന പ്രശംസാവാക്കുകളെ കൊണ്ട് ഭഗവാനെ യജ്ഞസ്വരൂപിയായി കൽപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. ത്വജിച്ഛന്ദോരോമസ്വഭികുശഗണചക്ഷുഷി ഹൃദം ചതുർഹോദാരോഘ്രൗ സൃഗഭിവദനെ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദഃ. പദമുറിച്ച് പറയാം. ത്വജി ഛന്ദഃ രോമസു അഭി കുശഗണഃ ചക്ഷുഷി ഹൃദം ചതുർഹോദാരഃ അംഘ്രൗ സൃഗ് അഭി വദനെ ച ഉദര ചോദര ഇടാ ഗ്രഹ ജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമഃ സോമോ വീര്യം വരദ
ഗളദേശേ അഭി ഉപസതഃ ഗളദേശേപ്യുപസതഃ. ഹേ പരപുരുഷ, പുരുഷോത്തമ, തേ ത്വജി, അങ്ങയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത്, ഛന്ദഃ, ഗായത്രി മുതലായ ഛന്ദസ്സുകളും, രോമങ്ങളുടെ സ്ഥാനത്ത്, കുശഗണഃ അഭി, ധാരാളം ദർഭപ്പുല്ലും, ചക്ഷുഷി ഘൃതം, കണ്ണുകളുടെ സ്ഥാനത്ത് നെയ്യും, അംഘ്രൗ, കാലുകളുടെ സ്ഥാനത്ത്, ചതുർഹോതാരഃ, 4 ഹോതാക്കളും. ഹോതാക്കള് എന്ന് പറയുമ്പോൾ യജ്ഞത്തിൻ്റെ 4 ഭാഗത്തും ഇരിക്കുന്ന ഋത്വിക്കുകൾ, പൂജ ചെയ്യുന്ന ആളുകൾ. വദനേ സൃക്കഭി, സൃക്ക് എന്ന് പറഞ്ഞാൽ പാത്രം, വായയുടെ സ്ഥാനത്ത് പാത്രങ്ങൾ. ഉദരേ ഇടാച്ച, ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശ പാത്രം. ജിഹ്വായാം, നാവിൻ്റെ സ്ഥാനത്ത് ഗ്രഹാഹ, സോമരസ പാത്രങ്ങളും. കർണേ ചമസാഹ ച, ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ചമസം എന്ന പാത്രങ്ങളും ആകുന്നു. ഹേ വിഭോ, സർവവ്യാപിയായ ഭഗവാനെ, തേ വീര്യം, അവിടുത്തെ രേതസ്, സോമഹ, സോമരസമാകുന്നു. ഹേ വരദ, ഭഗവാനെ, തേ ഗളദേശേ, അങ്ങയുടെ കണ്ഠപ്രദേശത്തിലെ, ഉപസതഃ അഭി, ചെറിയ ചെറിയ യാഗങ്ങളും ഉണ്ടാകുന്നു. വലിയ യജ്ഞത്തിൽ തന്നെ ചെറിയ ചെറിയ യാഗങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ ഓരോ അവയവങ്ങളെ യജ്ഞ ഉപകരണങ്ങളായിട്ട് കൽപ്പിച്ച് മഹർഷിമാരെ സ്തുതിക്കുകയാണ്. ഭഗവാന്റെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ഛന്ദസ്സുകളെയും, രോമങ്ങളുടെ സ്ഥാനത്ത് ഗർഭപുല്ലുകളെയും, കണ്ണുകളുടെ സ്ഥാനത്ത് നെയ്യിനെയും, കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളെയും, വായയുടെ സ്ഥാനത്ത് പാത്രങ്ങളെയും, ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശ പാത്രത്തെയും, പുരോടാശം എന്നാൽ ഹവിസ് എന്ന ഹോമദ്രവ്യം, നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളെയും, ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും. ഹുതശേഷം എടുത്തു വയ്ക്കുന്ന പാത്രങ്ങളാണ് ചമസം. ഭഗവാന്റെ വീര്യം രേതസ്, സോമഹ, അത് സോമരസമാകുന്നു. ഭഗവാന്റെ കണ്ഠപ്രദേശത്തിൽ ചെറിയ ചെറിയ യാഗങ്ങളായിട്ടും കൽപ്പിച്ചിട്ട് മഹർഷിമാരെ സ്തുതിക്കുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭി വാതാലയപതേ. പദമുറിച്ച് പറയാം. മുനീന്ദ്രൈഹി ഇത്യാദി സ്തവനമുഖരൈഹി മോദിതമനാ. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാ രോഗം മേ സകലമഭി വാതാലയപതേ. ഇത്യാദി, ഇപ്രകാരമുള്ള സ്തവനമുഖരൈഹി, സ്തുതിവചനങ്ങളാൽ, മഹർഷി ശ്രേഷ്ഠന്മാരാൽ മോദിതമനാഹ, ആഹ്ലാദിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും, മഹീയസ്യ മൂർത്യ, വലിയ ശരീരത്തോടും, വിമലതര കീർത്തിയ, നിർമ്മലമായ കീർത്തിയോടും കൂടി, വിലസൻ, വിലസിക്കൊണ്ടിരിക്കുന്നവനും തിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും, സ്വധിഷ്ണ്യം, സ്വസ്ഥാനത്തെ സംപ്രാപ്യ, പ്രാപിച്ചിട്ട് വൈകുണ്ഠത്തിലെത്തിയിട്ട്, സുഖരസ വിഹാരി, പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനുമായ, മധുരിപോ, മധുരിപുവായ, മധുസൂദനനായ വാതാലയപതേ, ഗുരുവായൂരപ്പ, മേ സകലം രോഗം അഭി, എൻ്റെ സകല രോഗത്തെയും തടയണേ. മഹർഷി ശ്രേഷ്ഠന്മാരുടെ സ്തുതികളൊക്കെ കേട്ടിട്ട് സന്തുഷ്ടചിത്തനായ, അതുപോലെ തന്നെ വലിയ ശരീരവും പരിശുദ്ധമായ യശസ്സോടു കൂടിയവനും, സ്വധാമമായ വൈകുണ്ഠത്തിലെത്തിയിട്ട്
പരമാനന്ദത്തോടെ പരിലസിക്കുന്നവനുമായ മധുസൂദനനായ ഗുരുവായൂരപ്പ, സകല രോഗങ്ങളിൽ നിന്നും ശാരീരികമായും മാനസികമായുമുള്ള അതുപോലെ തന്നെ ഇനി വന്നു ചേരാനിടയുള്ള രോഗങ്ങളെയും തടഞ്ഞ് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 13ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.